Hi and welcome back to Littering. Today I'm ready for another video. എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ ഭാഗത്ത്? ചൂടാണോ മഴയാണോ? ഇവിടെ ഇപ്പോൾ മഴ തുടങ്ങാറായിട്ടോ. സമാധാനം, പ്രാർത്ഥനയൊക്കെ കേട്ടു. ഇപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, ശരി ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ അല്ലേ. ഇപ്പം ഇന്നിവിടെ ഇപ്പോൾ എന്താ പറയുക, ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമ്മറായിരിക്കും. അപ്പോൾ തണുപ്പും ചൂടും മഴയും ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കും അല്ലേ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കുക. ഇതിന് നമ്മൾ ചൂട് തണുപ്പ് അങ്ങനെയൊക്കെയുള്ള സമയത്ത് കാലാവസ്ഥ നമ്മൾ മലയാളത്തിൽ പറയും അല്ലേ കുട്ടികളെ. ഇനി നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയാമെന്നറിയോ? ഇറ്റ്സ് കോൾഡ് ദ വെദർ. ഈ വെതറും ക്ലൈമറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? വെതർ എന്ന് പറഞ്ഞാൽ അത് മാറിക്കൊണ്ടേയിരിക്കും. ഓരോ സീസൺ ഉണ്ട് അല്ലേ, അനുസരിച്ചിട്ട്. ഇപ്പോൾ സമ്മർ ഉണ്ട്, വിൻ്റർ ഉണ്ട്, സ്പ്രിങ് ഉണ്ട്, പിന്നെ നമുക്ക് ഫോൾ ഇല്ല. പക്ഷേ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഫോൾ എന്ന് പറയും. ഇവിടെ അതിനെ മൺസൂൺ എന്ന് പറയും. ഈ ഫോൾ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഫോൾ എന്ന് വെച്ചാൽ ഇലകളൊക്കെ കൊഴിയണ സമയമാണ്. സ്പ്രിങ് പുതിയ ഫ്ലവേഴ്സ്, പൂക്കളൊക്കെ പൂക്കണ മാസത്തിനാണ് നമ്മൾ സ്പ്രിങ്. അതിന് നമ്മൾ ശിശിരം, പിന്നെ ഗ്രീഷ്മം എന്ന് പറയുന്നത് വിൻ്റർ, ഫോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പാർട്സ് ഓഫ് ദ സ്പീച്ചിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ മിസ് എടുത്തു അല്ലേ. ഇനി പാർട്സ് ഓഫ് സ്പീച്ചിൽ നമ്മൾ നൗൺസ് ആണ് പഠിച്ചത്. വി സ്റ്റാർട്ടഡ് വിത്ത് നൗൺസ്. ലാസ്റ്റ് ഒരു നൗണാണ് കളക്റ്റീവ് നൗൺസ്. കളക്റ്റീവ് നൗൺസ് വെച്ചാൽ എന്താണെന്ന് അറിയോ ഫ്രണ്ട്സ്? ഒരു കൂട്ടം, കളക്ഷൻ, ഒരു കുറേ കളക്റ്റീവ് ആയിട്ടുള്ള നൗൺസിനാണ്. അപ്പോൾ എല്ലാം നമ്മളിപ്പോൾ ഒരു ബഞ്ച് ഓഫ് കീസ്, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ ഓർത്തു, കുറച്ചും കൂടി പഠിപ്പിക്കാനുണ്ടല്ലോ, ഒരുപാട് കളക്റ്റീവ് നൗൺസും കൂടി ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അതാണ് നമ്മൾ കുറേശ്ശെ പഠിക്കാം. ഒരു കുറേ കൂട്ടം താക്കോലിൽ നമ്മൾ എന്താ പറയുക, കീസിനെ നമ്മളതിനെ ബഞ്ച് ഓഫ് കീസ് എന്ന് പറയും. പിന്നെ ഫ്ലവേഴ്സ്, പൂക്കൾ അല്ലേ. ഒരുപാട് പൂക്കളൊക്കെ നിങ്ങൾക്ക് ഫ്ലവർ വേസിലൊക്കെ നമ്മളിങ്ങനെ വെക്കും, ഒരു ഭംഗിക്കൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതിനെന്താ നമ്മൾ പറയുക? ഇറ്റ്സ് കോൾഡ് എ ബൂക്കേ ഓഫ് ഫ്ലവേഴ്സ്. കുറേ പൂക്കളിനെ നമ്മൾ ഒരു ബൂക്കേ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയും. നല്ല ഭംഗിയുള്ള കുറേ പൂക്കൾ. പിന്നെ വേറൊരു കളക്റ്റീവ് നൗണാണ് നമ്മൾ പഠിക്കാനുള്ളത്. എന്താണ്? ഒരുപാട് കൗസ്, പശുക്കൾ അല്ലെങ്കിൽ ഷീപ്പ്, ആടുകൾ, അതിനൊക്കെ നമ്മൾ ഒരൊറ്റ വേർഡാണ് പറയുക കളക്റ്റീവ് നൗൺ. അതെന്താണെന്നറിയോ? ഇറ്റ്സ് കോൾഡ് എ ഹേർഡ്. എ ഹേർഡ് ഓഫ് കൗസ് ആൻഡ് എ ഹേർഡ് ഓഫ് ഷീപ്പ്. ഇനി ഷീപ്സ് എന്ന് നമ്മൾ പറയില്ല ഇംഗ്ലീഷിൽ, ഇറ്റ്സ് റോങ്. ഗ്രാമറിൽ അതിനെ ഷീപ്പ് എന്നേ പറയും. ഇനി കുറച്ച് കഴിഞ്ഞാൽ വേറൊരു നമ്മൾ പഠിക്കും. ഇനി അതിനെ നമ്മൾ ഒരുപാട് ക്യാറ്റ്സ് ആൻഡ് പൂച്ചകൾ. അപ്പോൾ പൂച്ചകളെ നമ്മൾ കളക്റ്റീവായിട്ട് എന്താ പറയുക? അതിനാണ് നമ്മൾ എ ക്ലൗഡ് ഓഫ് ക്യാറ്റ്സ് എന്ന് പറയും. കിറ്റൻസിനെയും നമ്മൾ എ ക്ലൗഡ് ഓഫ് കിറ്റൻസ് എന്ന് പറയും. പൂച്ചക്കുട്ടികൾ. നിങ്ങൾക്ക് എല്ലാവർക്കും പൂച്ചക്കുട്ടികൾ ഇഷ്ടമാണോ? കിറ്റൻസ്. പപ്പീസിനെയും മിസ്സിനെ ഇഷ്ടമാണ് കേട്ടോ. ഇനി നമ്മൾ വേറൊരു കളക്റ്റീവ് നൗണും പഠിക്കും. ആർമി, പട്ടാളം. അതിനെന്താ നമ്മൾ പറയുക? ഒരുപാട് ആർമിക്കാരിങ്ങനെ സല്യൂട്ട് ചെയ്യുമ്പോൾ, ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേക്കൊക്കെ മാർച്ച് പാസ്റ്റ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങിൻ്റെ ഒക്കെ അന്ന്. വാട്ട് ഡു യു കോൾ വാട്ട് ഈസ് ദ കളക്റ്റീവ് നൗൺ ഫോർ an army? It's known as a battalion അല്ലേ. a battalion of army soldiers. അങ്ങനെയാണ് a battalion of soldiers എന്ന് പറയും. പിന്നെ ഓരോ ട്രൂപ്പൊക്കെ ഉണ്ട് അല്ലേ. ഒരു പോലീസ് ഓഫീസേഴ്സിൻ്റെ ഒക്കെ ഓരോ ട്രൂപ്പ് ഓഫ് പോലീസ് ഓഫീസേഴ്സ്. ഈ പോലീസ് ഓഫീസേഴ്സ് ട്രൂപ്പ്, പിന്നെ ബറ്റാലിയൻ, പിന്നെ വേറൊരു ഇതുണ്ട് കേട്ടോ. ഒരുപാട് ഇപ്പോൾ ഡ്രോയേഴ്സ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരുപാട് ഇതൊക്കെ ഉണ്ടാവില്ലേ, അലമാരയ്ക്കും പിന്നെ മേശകൾക്കൊക്കെ ഒരുപാട് വലിപ്പുകൾ എന്ന് പറയും അല്ലേ, കമ്പാർട്ട്മെൻറ്റ്സ്. അതിനൊക്കെ നമ്മൾ എന്താ പറയുക എന്നറിയോ? ദേഴ്സ് എ വേർഡ് ഫോർ ദാറ്റ്. ഇറ്റ് ഈസ് കോൾഡ് എ ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ്. CHEST, എ ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ്. അതിലൊക്കെ നിങ്ങൾക്ക് ഓരോ സാധനങ്ങളൊക്കെ വെക്കാം അല്ലേ. നിങ്ങൾ പെൻ, സ്റ്റേഷനറി, പിന്നെ അങ്ങനെ ഓരോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പേഴ്സണൽ ഐറ്റംസും നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കുറേ പേപ്പേഴ്സ്, അങ്ങനെ ചിലർ പൈസയൊക്കെ വെക്കും.
അതിനൊക്കെ നിങ്ങൾക്ക് വെക്കാം, ഇഷ്ടമുള്ളതൊക്കെ വെക്കാം. ഓൾ യുവർ പേഴ്സണൽ ഐറ്റംസ്. ഓക്കെ. ആൻഡ് ഇനി കളക്റ്റീവ് നൗൺസും കഴിയും. ഇനി എന്താണ് നമ്മൾ വേറൊരു ഇത് പഠിക്കാനുള്ളത് നമുക്ക് പാർട്ട് ഓഫ് സ്പീച്ചിൽ? ഇനി നൗൺസ് കഴിഞ്ഞാലാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് വാട്ട് യു ഹാവ് ടു സ്റ്റഡി. എന്താണെന്ന് അറിയോ കുട്ടികളെ? പ്രൊനൗൺസ്. പ്രൊനൗൺസ് കഴിഞ്ഞാൽ എന്താണ്? എ വേർഡ് പ്ലേസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. ഒരു നൗണിന് പകരം നമ്മൾ വെക്കേണ്ട വേർഡ്സിനെയാണ് നമ്മൾ പ്രൊനൗൺ എന്ന് പറയും. അപ്പോൾ എന്താണ് പ്രൊനൗൺ എന്ന് മനസ്സിലായോ? ഇറ്റ് ഈസ് ഇപ്പോൾ ഹീ ആവാം, ഷീ ആവാം, ഇറ്റ് ആവാം. ഓക്കെ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊനൗൺസ് പറയുന്നത് ഹീ, ഷീ, ഇറ്റ് ആണ്. ഇനി ഇതിനെ നമ്മൾ സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺസ് വിളിക്കും. ഫസ്റ്റ് പേഴ്സൺ ഉണ്ട് ഇതിൽ തന്നെ. ഫസ്റ്റ് പേഴ്സൺ ഉണ്ട്, സെക്കൻഡ് പേഴ്സൺ ഉണ്ട്, തേർഡ് പേഴ്സൺ, തേർഡും ഉണ്ട്. ഈ പേഴ്സൺ 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 എന്ന് പറയുന്നത് എന്താ? അത് ഓരോ വ്യക്തികളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പ്രൊനൗൺസിൻ്റെ തന്നെ ഓരോ പൊസിഷൻസ് ആണ് കേട്ടോ. അതിൻ്റെ തന്നെ ഓരോ സ്വഭാവങ്ങൾ. ഇപ്പോൾ ഓരോ ആളുകൾക്ക് ഓരോ സ്വഭാവം, ഒരു പ്രത്യേക ക്യാരക്ടർ ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ നമ്മൾ വിളിക്കുക? ഐ. നമ്മൾ ആദ്യം തന്നെ നമ്മളെ പറ്റി നമ്മളെങ്ങനെയാണ് ഹൗ മെനി ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ആദ്യം അവരൊക്കെ നമ്മളെങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുക? നമ്മളെ തന്നെ ഐ ആം അല്ലേ. പിന്നെ നിങ്ങളുടെ പേര് പറയും. ഐ ആം എന്ന് പറഞ്ഞിട്ട് ഐ എം യുവർ ഫ്രണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കും. അപ്പോൾ ഞാൻ എന്നുള്ള വേർഡിന് നമ്മൾ എന്താ പറയുക? ഐ. ദാറ്റ് ഈസ് ഓൾസോ പ്രൊനൗൺ. പിന്നെ മീ, എൻ്റെ, ഞാൻ. പിന്നെ മൈ, ദിസ് ഈസ് മൈൻ, ദിസ് ഈസ് മൈ ടേബിൾ, ദിസ് ഈസ് മൈ റൂം, ദിസ് ഈസ് മൈ ഹൗസ്, അങ്ങനെ ദിസ് ഈസ് മൈ സ്കൂൾ, അങ്ങനെയൊക്കെ പറയാം അല്ലേ. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പരിചയപ്പെടുത്താം. ദിസ് ഈസ് മൈ സ്കൂൾ. പിന്നെ മൈ ഇസ് ഓൾസോ പ്രൊനൗൺ. പിന്നെയാണ് നമ്മൾ പറയേണ്ടത് സെക്കൻഡ് പേഴ്സൺ. ദാറ്റ് ഈസ് യു, നിങ്ങൾ. യു ഇസ് ഓൾസോ നോൺ ആസ് നിങ്ങൾ. പിന്നെ യു എന്നും പറയും. യോർ, നിങ്ങളുടെ. വാട്ട് ഈസ് യോർ നെയിം എന്ന് നമ്മൾ ചോദിക്കില്ലേ ഇൻ ഇംഗ്ലീഷ്? വാട്ട്സ് യുവർ നെയിം? നിങ്ങളുടെ പേരെന്താണ്? അതിനാണ് നമ്മൾ യോർ എന്ന് പറയും. ഓക്കെ. യോർ സെൽഫ്, അതും നമ്മൾ പറയും. യോർ സെൽഫ്, നിങ്ങൾ. യോർ സെൽഫ്, മൈ സെൽഫ്. ഓക്കെ. ദീസ് ആർ സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺസ്. ഇനിയാണ് നമ്മൾ തേർഡ് പേഴ്സൺ പ്രൊനൗൺസ് എന്ന് പറയാം. അതിനെയാണ് നമ്മൾ ഹീ, ഷീ, ഇറ്റ്. ഓക്കെ. അങ്ങനെയൊക്കെ നമ്മൾ പറയും. അവർ സെൽഫ്, വിയും പറയും. വി, അവർ സെൽഫ്. ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് സെൻറ്റൻസസിൽ പറയാമെന്നുള്ളത് നമുക്ക് പഠിക്കാം കേട്ടോ. ഐ ആം എ ഗേൾ, ഐ ആം എ വുമൻ, ഐ ആം എ ടീച്ചർ. നമ്മൾ പറയാണ്, നമ്മളെ തന്നെ പരിചയപ്പെടുത്താണ്. ഞാനൊരു ടീച്ചറാണ്. യു ആർ മൈ സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ സെക്കൻഡ് പ്രൊനൗൺ. ഓക്കെ. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഇനി ഈ പ്രൊനൗൺസിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പഠിക്കാൻ. അതൊക്കെ ഓരോരോ വീഡിയോസായിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ. ഇനി പ്രൊനൗൺ തന്നെ നമ്മൾ ചില എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണം. ദിസ് ബാഗ് ഇസ് യോഴ്സ് എന്ന് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പറയും അല്ലേ. ഈ യോഴ്സ് എന്നുള്ളത് എന്താണ് കാണിക്കുന്നത്? ഇറ്റ് ഷോസ് പൊസഷൻ. അത് എൻ്റെ എന്നുള്ളത് കാണിക്കുകയാണ് അല്ലേ. ടു പൊസസ് സംതിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തമാക്കുക. ഇത് എൻ്റെ ബാഗാണ്. ഇപ്പോൾ നമ്മൾ പറയാണ് ദിസ് ബാഗ് ഇസ് യോഴ്സ്. പിന്നെ നിങ്ങളുടെ എന്ന് പറയും. പിന്നെ നമ്മളുടെ എന്ന് പറയുന്നത് എന്താ പറയുക? ദിസ് ബുക്ക് ഇസ് മൈൻ. ഈ ബുക്ക് എൻ്റെയാണ്. ദിസ് ബുക്ക് ഇസ് മൈൻ. ഇപ്പോൾ ദിസ് പെൻ, അല്ലെങ്കിൽ നമ്മൾ പറയാണ്, സോറി പെൻ കാണിച്ചില്ല കേട്ടോ ഫ്രണ്ട്സ്. ദിസ് പെൻ, ഈ പെൻ എൻ്റെയാണ്. ദിസ് പെൻ ഇസ് മൈൻ. അപ്പോൾ അതിൽ മൈൻ എൻ്റെയും കാണിക്കും, പൊസഷൻ കാണിക്കും. ഓക്കെ. എൻ്റെ, മൈൻ. ഇനി ഒരു സെൻറ്റൻസ്, ഒരു എക്സാമ്പിൾ പറയാം. സീത ഇസ് ഗോയിങ് ടു ദ സ്കൂൾ. സീത ലവ്സ് ടു ഗോ ടു സ്കൂൾ. സീത ഹാസ് മെനി ഫ്രണ്ട്സ് ഇൻ ഹർ സ്കൂൾ. ഇപ്പോൾ ഈ സെൻറ്റൻസ്, ഈ മൂന്ന് സെൻറ്റൻസസിൽ നിങ്ങൾ എത്ര തവണ സീത 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 എന്ന് കേട്ടു?
കുറേ തവണ അത് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു അല്ലേ. ഇനി റിപ്പീറ്റ് ചെയ്യുന്നതിന് സീത എന്നുള്ളത് എന്താണ് കുട്ടികളെ? അതൊരു പ്രോപ്പർ നൗൺ ആണ് അല്ലേ. അതൊരു കുട്ടിയുടെ പേരാണ്, ഒരു ഗേളിൻ്റെ പേരാണ്. ഇനി ഈ ഗേൾ സീത 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 എന്ന് തന്നെ ഒരു സെൻറ്റൻസസിൽ ഇങ്ങനെ ആവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യണതിന് പകരം ഒരൊറ്റ തവണ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, സീത is going to school. ഇനി she loves to go to school. She has many friends there. സീതയ്ക്ക് സ്കൂളിലേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. സീതയ്ക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ സീത ഒരു ലേഡി ആയ കാരണം അതിൽ ഷീ എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ഹീ ആണെങ്കിൽ മേൽ ഇതാണെങ്കിൽ നമ്മൾ അതിനെ ഹീ എന്ന് പറയും. ഇനി ജെൻഡർ നമുക്ക് അറിയില്ല, ജെൻഡർ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പെറ്റാവാം, ഓക്കെ, അതൊരു പൂച്ചയാവാം, അതൊരു ആനിമലാവാം. അപ്പോൾ അത് നിങ്ങളുടെ വീട്ടിൽ ഒരു ഡോഗോ പെറ്റ് എന്ന് പറഞ്ഞാൽ അതല്ലേ പെറ്റ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ല പെറ്റ്സാണ്. ഏതാവാം? പപ്പി ആവാം, കിച്ചൺ ആവാം. അപ്പോൾ ഏതാണ് ആ പപ്പിയോ കിച്ചൺ പെറ്റ് അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ജെൻഡർ അറിയില്ല. മെയിലാവാം ഓർ ഫീമെയിൽ ആവാം. അപ്പോഴാണ് നമ്മൾ അതിനെ ഇറ്റ് എന്ന് പറയും. ഐ ഹാവ് എ പെറ്റ് ക്യാറ്റ്. ഇറ്റ്സ് നെയിം ഇസ്, അതിൻ്റെ പേര് നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന മലയാളം. സോ യു കൻ ടെൽ ഇൻ ഇംഗ്ലീഷ് ഇറ്റ്സ് നെയിം ഇസ് മിട്ടു. ഓക്കെ, ഐ ലവ് ഇറ്റ്. ഓക്കെ, ദാറ്റ്സ് ഹൗ യു ക്യാൻ സേ ഇൻ എ സെൻറ്റൻസ്. എനിക്ക് ആ പൂച്ച ഇഷ്ടമാണ്, ആ പൂച്ചയുടെ പേരാണ് മിട്ടു. ഓക്കെ, അതിന് ഇറ്റ് ലവ്സ് ടു ഡ്രിങ്ക് മിൽക്ക്. അതിന് ആ പൂച്ചയ്ക്ക് പാൽ കുടിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, in case you're watching my video for the first time, don't forget to like, share and subscribe to it. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാംസൊക്കെ എളുപ്പമായി എന്ന് തോന്നുന്നു ഫ്രണ്ട്സ്. ആരും ഈ വീഡിയോസ് കാണാൻ മറക്കരുത്. ഫ്രണ്ട്സിനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ആൻഡ് ഇനിയാണ് നമ്മൾ ഇനി അടുത്ത വീഡിയോസിലൊക്കെ നമ്മളിനി വേർബ്സിനെ കുറിച്ചും നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.